എങ്ങനെയാണ് പെങ്ങളെ ഫലസ്തീനിലെ അറബികളെ മറക്കുക? ഫലസ്തീനിന്റെ പോരാട്ടത്തിനെതിരെ എങ്ങനെയാണ് പുറംതിരിഞ്ഞു നിൽക്കുക? ലോക ചരിത്രത്തിൽ നിനക്ക് ധീരതയുടെ പര്യായമായിട്ട് വന്ന മഹതിയായ മറിയം ബീവിയുടെ ചരിത്രഭൂമിയോട് നിനക്ക് മാനസികമായ ബന്ധമില്ലേ? ആസിയ ബീവിയോട് നിനക്ക് ചരിത്രപരമായി ബന്ധമില്ലേ? അതാണ് ആ മണ്ണിന്റെ ഒരു ഗുണമാണത്. മരത്തെ കടത്തിയിട്ട് ശരീരത്തിലേക്ക് കുന്തം ഇങ്ങനെ കുത്തിക്കയറ്റി സ്വന്തം ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തള്ളിയാ തൊടുകുമ്പോ ഖുദ്സിനെ കുറിച്ച് പറയുന്ന നേരത്ത് ഖുദ്സിന്റെ ചാരത്തുകൂടി ജീവിച്ചു പോയ ഒരു മഹാവനിതയുടെ ചരിത്രം നമ്മൾ ചേർത്തു വെക്കാത്തത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരത്തെ കടത്തിയിട്ട് മൂർച്ചയുള്ള കുന്തം കൊണ്ട് ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് രക്തം ഇങ്ങനെ തടം തള്ളിയാ തൊടുകുമ്പോ അസഖ്യമായ വേദന കൊണ്ട് ഓ എന്ന് നിലവിളിച്ചു പൊളയുന്ന നേരത്ത് ആസിയ ബിൻത് മസാഹിം റളിയല്ലാഹു തആല ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവേ 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 റബ്ബി ബിനിലി ഇന്നക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ ഏകാധിപതിയായ ഫറോവ, ഏകാധിപതിയായ ഫറോവ, ആ ഫറോവയുടെ സ്ഥാനത്ത് നിന്ന് ലോകത്തിന് നരഭൂതിയായ ആയിരക്കണക്കിന് ഫലസ്തീനി ചെറുപ്പക്കാരുടെ നെഞ്ചകത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്തമൂട്ടി കുടിച്ച ബെഞ്ചമിൻ നെതന്യാഹുവാണെങ്കിൽ ആ നെതന്യാഹുവിന്റെ തന്തയായി വരുന്ന ഫറോവയോട് ആസിയ ബീവി എന്ന ഫലസ്തീനിലെ പെൺകുട്ടികളുടെ മാതാവ് പറഞ്ഞ മറുപടി ഏറെന്നറിയോ? അല്ലാഹുവേ ഫറോവ എന്ന മരത്തിക്കടത്തിയിട്ട് എന്റെ നെഞ്ചകത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുന്നം കുത്തി കയറ്റി ഇറക്കിയാലും എന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തള്ളിയാ തൊടുകയാലും അസഖ്യമായ വേദന കൊണ്ട് പെടയുമ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമല്ല. പടച്ചവനെ, ഈ മർദ്ദനങ്ങൾക്കും ഈ താടനങ്ങൾക്കും ഈ പീഡനങ്ങൾക്കും പകരമായി എനിക്കൊരു സ്വർഗത്തിലെ വീട് വേണമെന്ന് ആസിയ ബീവി ചോദിച്ചിട്ടില്ല. പിന്നെയോ റബ്ബി ബിനിലി ഇന്നക ബൈതൻ ഫിൽ ജന്ന. പടച്ചവനെ, നാളെ സ്വർഗത്തിൽ ആസിയക്കൊരു വീട് വേണം. അത് സാധാരണ വീട് പോരാ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമല്ല. ഞാൻ നേരിട്ടത് ലോകത്തിന്റെ ഫറോവയാണ്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവേ ഇന്ദക, നാളെ നിന്റെ അടുത്തിട്ട് എനിക്കൊരു വീട് തരണേ അല്ലാഹ്.